മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസ് സമ്മിറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങളാണ് ജിയോ പൊളിറ്റിക്സ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉക്രൈൻ വിഷയം തന്നെയാണ്. അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വരുന്നു, അതിനെ അഭിസംബോധന ചെയ്യുന്നു, സംസാരിക്കുന്നു. പ്രശ്നം ശരിക്കും അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയ്ക്കും യൂറോപ്യൻ യൂണിയനകത്തും ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് തന്നെയാണ് അമേരിക്ക ആഗ്രഹിച്ചത്. അവർ ഒരുമിച്ച് നിൽക്കരുത്. കാരണം ചില വിഷയങ്ങളിൽ ഇവർ ഒരുമിച്ച് നിന്ന് അമേരിക്കയ്ക്കെതിരെയും മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും പ്രശ്നം ഉണ്ടാക്കുക. അതിനെപ്പറ്റിയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒരു പ്രസ്താവനയെ പറഞ്ഞ് യൂറോപ്പ് വെസ്റ്റേൺ കൺട്രീസ് പല രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഡിബേറ്റുകൾ നടക്കുന്ന യൂറോപ്യൻ പാർലമെൻറ്റിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ അതിനകത്ത് ബ്രെക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടൻ അതിൻ്റെ അകത്തില്ല. ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഒരു തീരുമാനം പറഞ്ഞു, ബ്രിട്ടീഷ് സേനയെ ഉക്രൈനിലോട്ട് അയക്കാമെന്ന് ഫസ്റ്റ് ഡേ. രണ്ടാമത്തെ ദിവസം അയാൾ മാറ്റി പറയുന്നു. നേരത്തെ ഫ്രാൻസ് പറഞ്ഞാണ് ഉക്രൈനിൽ അയക്കാം, പക്ഷേ ജർമ്മനി മാറി നിന്നു. ഇപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? ബ്രിട്ടൻ്റെ ഈ തീരുമാനത്തോട് ഫ്രാൻസിന് യോജിപ്പുണ്ട്, പക്ഷെ ഫ്രാൻസിന് അമേരിക്കയെ പേടിയാണ്. പെട്ടെന്ന് ബ്രിട്ടൻ ടേൺ ചെയ്തു. കാരണം അമേരിക്ക പിന്തുണയ്ക്കുവാണെങ്കിൽ മാത്രമേ ഉക്രൈനിൽ സേനയെ അയക്കൂ. എന്താണ് ജർമ്മനി പറഞ്ഞത്? അമേരിക്കയുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിൽ യാതൊരു കുറവും ഉണ്ടാകുകയില്ല. അവരുടെ ഡിഫൻസ് ബജറ്റ് 4% മുകളിലോട്ട് ആനുവൽ ബജറ്റിൽ മാറ്റാൻ തയ്യാറാണ്. മനസ്സിലാക്കണം, പോളണ്ട് ഓൾറെഡി 5 to 6% വരെ അവരുടെ ആനുവൽ ഡിഫൻസിൻ്റെ ബജറ്റ് മാറ്റി. കാരണം ഈ റഷ്യ ഉക്രൈൻ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇവർക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുന്ന അമേരിക്കയാണ്. എന്തുകൊണ്ട് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ അതേപോലെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് ട്രംപ് ചോദിച്ചത് ഒരു ജെനുവിൻ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഫ്രാൻസ് പറയുന്ന അവരവരുടെ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തോളാം, അതിന് അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഉക്രൈൻ റഷ്യ വാറിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ വെപ്പൺസ് കൊടുത്തിരിക്കുന്നതും ഉക്രൈനെ സാമ്പത്തികമായിട്ട് സഹായിച്ച് യൂറോപ്പല്ല, അമേരിക്കയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാർ റൈറ്റ് രാജ്യങ്ങൾ, ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജർമ്മനിയിൽ ഈ ഡിസംബറിൽ 23 ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ സ്കോൾസ് തോക്കും. അവിടെ AFD എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ സീറ്റുകളുണ്ട്, പക്ഷേ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും, സെൻട്രിസ്റ്റ് പാർട്ടി ആയിരിക്കും അവിടെ അധികാരത്തിൽ വരുന്ന ലേറ്റസ്റ്റ് സർവേ. പക്ഷെ വീണ്ടും പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് ആ രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതാണ് ചോദ്യം. ഇതൊരു ഒരു 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 ജെനുവിൻ ചോദ്യമാണ് ഈ JD വാൻസ് ചോദിച്ചത്. എന്തുകൊണ്ട് നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾക്ക് സ്വയമേ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല? കാരണം അവർക്ക് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇതേപോലെ അവരുടെ ഗ്രോത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജും അവരുടെ ആനുവൽ ബജറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജും മാറ്റിവെക്കാൻ അവർ തയ്യാറല്ല. ഇവർ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പറയുന്നത് അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മുഴുവൻ അമേരിക്ക കൈകാര്യം ചെയ്യണം, അവർ പണം ഒട്ടും കൊടുക്കാനും തയ്യാറല്ല. ഇവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത് മുഴുവനും. അതേപോലെ തന്നെ JD വാൻസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമേരിക്ക പല ആവർത്തിയും പല യൂറോപ്യൻ രാജ്യങ്ങളോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ പറയുന്ന അസൈലം ഇല്ലീഗൽ ഇമിഗ്രൻസും അതേപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ നിങ്ങൾ ഇത്രയും കയറ്റരുത്, അത് നിങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. പല ആവർത്തിയുണ്ട്. നിങ്ങൾ പല സ്റ്റേറ്റ്മെൻറ്റുകളും പല രീതിയിൽ ഈ രാജ്യങ്ങളോട് പല രീതിയിൽ കൺവേ ചെയ്തതാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ അവർ ഈ പറഞ്ഞ അഡ്വൈസ് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം സഫർ ചെയ്യുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. JD വാൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ കാര്യത്തിൽ എന്തിന് ഇങ്ങനെ പറയുന്നത്? അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ പൊളിറ്റിക്സിലല്ല പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ, ഇല്ലീഗലായിട്ടുള്ള പല ആൾക്കാരെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ടെൻഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ നിങ്ങളുടെ രാജ്യത്ത് കയറ്റി സിറ്റിസൺഷിപ്പ് കൊടുത്തത്? എന്തിനാണ് അവരെ എൻ്റർടൈൻ ചെയ്തത്? ഇപ്പോൾ നിങ്ങളാണല്ലോ ഇത് സഫർ ചെയ്യുന്നത്. അതിന് മറ്റുള്ളവരെ പഠിച്ചിട്ട് എന്താണ് കാര്യം? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്.
അതിന് പോലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു സമയത്ത് വലിയ സംഭവമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ. ഉറപ്പായിട്ടും അവർക്കെല്ലാം അമേരിക്കയുടെയും പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന പുതിയ ഭരണാധികാരി വന്നിട്ട് ഇതിൻ്റെ ആ മോഡസ് ഓപ്പറൻഡി മുഴുവനും അങ്ങ് മാറ്റുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യാം. അത് നേരത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, യൂറോപ്പിൻ്റെതായ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യണം. അന്ന് ഇവർ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നിട്ട് നാറ്റോ ഉണ്ടാക്കി. എന്നിട്ട് ഇവർ നാറ്റോയിൽ തന്നെ വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ അമേരിക്ക പല ആവർത്തി പറഞ്ഞാണ് ടർക്കിയുമായിട്ടുള്ള ബന്ധം കുറയ്ക്കണം, അല്ലെങ്കിൽ ടർക്കി യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ഈ പറയുന്ന എർദോഗാൻ്റെ രീതിയിലോട്ട് പോകാൻ പറ്റില്ല. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തെ ടർക്കി ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കരുത് എന്ന് അമേരിക്ക ഡിമാൻഡാണ്. പക്ഷെ അതുപോലും യൂറോപ്യൻ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു. അവസാനം എന്താണ് ഉണ്ടായത്? തമാശയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മ്യൂണിക് സെക്യൂരിറ്റി സമ്മിറ്റിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെട്ടു. നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് ഉക്രൈനും റഷ്യയുമായി ബന്ധപ്പെട്ട് സീസ് ഫയറിന് ഡിസ്കഷൻ നടക്കുകയാണ് സൗദി അറേബ്യ വെച്ച്. യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവനും ഒഴിവാക്കി. അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് റഷ്യയുമായിട്ട് അമേരിക്ക അടുത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഉറപ്പായിട്ട് ഇത് അമേരിക്കയുടെ ഇൻട്രസ്റ്റാണ്. ഇത് യൂറോപ്പിന് അപ്പർ ഹാൻഡ് ഉണ്ടായേനെ. എല്ലാ രീതിയിലും ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകണമായിരുന്നു. ഈ വാറിൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ അമേരിക്ക തന്നെ പറഞ്ഞാണ് നാറ്റോയുടെ പിന്തുണയുണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഉക്രൈനുമായി ബന്ധപ്പെട്ട് അവിടെ, കാരണം അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഭാഗമാണ്, എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യുന്നില്ല? ഇതൊക്കെ ചോദ്യങ്ങളുണ്ടായി. ഇത് ഇപ്പോഴാണ് ഓരോ സംഭവങ്ങൾ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇപ്പോൾ യുക്രൈൻ്റെ കാര്യം പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പേടി അവരുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് റഷ്യയുടെ പലതും. അപ്പോൾ അതിന് ഫർദറായിട്ട് അമേരിക്ക ഏത് രീതിയിലുള്ള സഹായം ചെയ്യും? അമേരിക്ക പറയും, ഞങ്ങളാണ് ടോക്സ് നടത്തുന്നത് റഷ്യയുമായിട്ടും ഉക്രൈനുമായിട്ടും. ടോക്സിൻ്റെ റിസൾട്ട് നിങ്ങളെ അറിയിക്കും, പക്ഷെ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തും. ഇനിഷ്യൽ സ്റ്റേജിലല്ല. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് യൂറോപ്പിനെ ഉൾപ്പെടുത്തി അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഇതാണ് അതിൻ്റെ പ്രധാനം. കാരണം ഇവിടെ ഒക്കെ ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ നോക്കിക്കാണുന്നത്, ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ നടത്തുന്ന സീസ് ഫയർ ടോക്സിൽ ആദ്യം റഷ്യയുമായിട്ട് സംസാരിക്കും, അതിനുശേഷം ഉക്രൈനുമായിട്ട് സംസാരിക്കുന്നു. അതിനകത്ത് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള മേഖലയുണ്ട്. ഡോൺബാസും ഡോൺഡാസ്ക് ഈ പറയുന്ന മേഖലയുണ്ട്. കാരണം മിനറൽ വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള സെക്യൂരിറ്റി ആ സംഭവം അമേരിക്ക ഏറ്റെടുക്കും. കാരണം ഈ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ റെയർ എർത്ത് മിനറൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഡോൺബാസ്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അത് ഏറ്റെടുക്കുകയും അതിന് ഉക്രൈന് വേണ്ടി ഇത്ര ലീസായിട്ട് സംഭവം കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ സീസ് ഫയറായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പല ആർഗ്യുമെൻസും അമേരിക്ക എഗ്രി ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം അമേരിക്ക അവിടെ തേർഡ് പാർട്ടി ആയിട്ടൊരു ബേസ് ഉണ്ടാക്കാൻ വരും. ഇതുമായിട്ട് ഉക്രൈൻ അവസാനം ഇത് യോജിച്ച് പോകാനുള്ള സാധ്യതയാണ്. കാരണം ഉക്രൈനും ഫർദറായിട്ട് വാർ ഉണ്ടാകാൻ താല്പര്യമില്ല. കാരണം അവരും റഷ്യയും ഇത് ശരിക്കും അങ്ങ് സഫർ ചെയ്തു. റഷ്യൻ ജനതയാണെങ്കിൽ പുടിനും എതിരാകുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ അകത്ത് മീഡിയേറ്ററി ടോക്സ് റഷ്യ നടക്കുമ്പോൾ, ഈ അമേരിക്ക നടത്തുമ്പോൾ അഡ്വാൻറ്റേജ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടാൻ പോകും. കാരണം യൂറോപ്പ് അപ്പോഴോട് കണ്ണുവെച്ചിരിക്കുന്നത് ഈ യുക്രൈൻ എന്ന് പറയുന്ന അവിടെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതാണ് അവരുടെ താല്പര്യം, ബിസിനസ് താല്പര്യമാണ്. പക്ഷേ അമേരിക്ക അതൊന്ന് കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഉക്രൈനിൽ ശരിക്കും മിനറൽസ് ഉണ്ട്. ഉക്രൈൻ എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ ലോകത്തിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇവർ ഈ ഫുഡായിട്ടുള്ള കോണാണെങ്കിലും ഓയിലാണെങ്കിലും ഈ കുക്കിംഗ് ഓയിലാണെങ്കിൽ ഈ സാധനം കൊടുത്തില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ആഹാരം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ഉക്രൈന് വലിയ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറ് എത്രയും വേഗം നിർത്തുവാണെങ്കിൽ മാത്രമേ എനർജി സപ്ലൈ ചെയിൻ, അതായത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുമായി ബന്ധപ്പെട്ട് ഈ സാധനങ്ങൾ പ്രോപ്പറായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതിനെല്ലാം ഇത് എക്കണോമിയും ബിസിനസ്സും ഈ ജിയോ പൊളിറ്റിക്സിലെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്.
ഇതിനകത്ത് സക്സീഡ് ചെയ്യാൻ പോകുന്ന അമേരിക്ക. കാരണം യൂറോപ്പിന് ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് ഉക്രൈനെ സഹായിക്കാൻ ഒന്നും പറ്റിയില്ല, വെപ്പൺസ് കൊടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം അമേരിക്കയാണ് ത്രൂ ഔട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമേരിക്ക പറയും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉക്രൈനെ സഹായിക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെയാണ് പോളണ്ടിൻ്റെ ഈ പറയുന്ന ഡൊണാൾഡ്, അതിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത്. അമേരിക്ക മാത്രം സഹായിക്കുവാണെങ്കിൽ ഉക്രൈന് യാതൊരു പ്രശ്നവുമില്ല. ഈ അദ്ദേഹവും ഈ പറയുന്ന അമേരിക്കൻ സ്റ്റാൻഡിനോട് യോജിച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു അദ്ദേഹം അവിടുത്തെ പട്ടാളത്തിൽ നിന്ന് ഇറക്കാൻ അയാൾ തയ്യാറൊന്നുമല്ല. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ പട്ടാളത്തെ കൊണ്ടുവരുന്നത് പോലും അദ്ദേഹം ആ രാജ്യത്തെ എതിർക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. കാരണം പല ഇഷ്യൂസാണ്. ഈ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കാണിച്ച മണ്ടത്തരങ്ങളെല്ലാം ഓരോന്നായിട്ട് ഈ അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും പറയുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് അമേരിക്കയുടെ തോളെ കയറരുത്. അമേരിക്ക പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വെപ്പൺസും പട്ടാളവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അമേരിക്ക ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ 4% നിങ്ങളുടെ ആനുവൽ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വെപ്പൺസ് തരാൻ തയ്യാറാണ്. പക്ഷേ എപ്പോഴും അമേരിക്ക അല്ല നിങ്ങളുടെ സെക്യൂരിറ്റി. നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പണം തന്നേ മതിയാകത്തുള്ളൂ. ഈ ഡിമാൻഡിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനും ഒന്നടങ്കം പെട്ടുപോയിരിക്കും. പക്ഷേ എനിക്ക് ഒന്നിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉക്രൈൻ റഷ്യ വാറിൽ. കാരണം ഇതിനകത്തുനിന്ന് റഷ്യ വിഡ്രോ ആയി കഴിഞ്ഞാൽ, കാരണം അതാണ് അമേരിക്ക പറയുന്നത്, ഞങ്ങൾ സംസാരിച്ച് നോക്കട്ടെ എന്താണ് റഷ്യയുടെ ഡിമാൻഡ്. സീരിയസ് അല്ല എങ്കിൽ നാളെ ഇത് അമേരിക്ക ഇടപെടും, അമേരിക്ക റഷ്യ ഇട്ടങ്ങ് പുകയ്ക്കും. ഈ ഉക്രൈൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കസ്റ്റഡിയിലായി മാറും. അതുതന്നെയാണ് ഉക്രൈനും ആഗ്രഹിക്കുക. കാരണം അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം നാളെ ഏത് ശല്യത്തിൽ നിന്നും, അതല്ലെങ്കിൽ നാളെ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ വരെ റഷ്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ ഡെമോഗ്രഫി നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഈ ഉക്രൈൻ ജനതയുടെ സെലൻസ്കിയുടെ ആവശ്യം അമേരിക്ക പൂർണ്ണമായിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റഷ്യയുടെ ഒരു ശല്യവും ഫ്യൂച്ചറിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ഒരു സൊല്യൂഷനാണ് ഉക്രൈൻ നോക്കുന്നത്. അമേരിക്ക നോക്കുന്നത് അതിൻ്റെ ബിസിനസ് തന്നെയാണ്. കാരണം അവിടുത്തെ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും എത്രമാത്രമാണ് ഉക്രൈൻ്റെ ഈ ഫുഡ് ബാസ്ക്കറ്റിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം അവസാനം എല്ലാം കച്ചവടത്തിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. എന്താണെന്ന് വരാൻ പോകുന്നത് 4-5 ദിവസങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും.